സ്ട്രെസ്സും പ്രമേഹവും തമ്മിൽ എന്താണ് ബന്ധം? സ്ട്രെസ്സ് അത് മാത്രമല്ല എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും ബാധിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഏകദേശ രൂപം നമുക്ക് മനസ്സിലുള്ള നല്ലതാണ്. റൈറ്റ്. ഇത് ഹോർമോൺ മീഡിയേറ്റഡ് ആണ്. നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ വരുമ്പോൾ നമ്മളുടെ അകത്തുള്ള എമർജൻസി ഹോർമോൺ കോർട്ടിസോള്, അതുപോലെ അഡ്രിനാലിൻ തുടങ്ങിയത്, അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നാ പറയുന്നത്. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്ലീ ചെയ്യാൻ, ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എക്സ്ട്രാ എനർജി വേണം രണ്ടിനും. അതല്ല ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ, ഇപ്പം ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനൊക്കെ ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലേക്ക് ഇട്ടിട്ട് ബ്ലഡിൽ കൂടുതൽ എനർജി ലഭ്യത, അതായത് ഗ്ലൂക്കോസ് ആണല്ലോ എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഓടാനാണെങ്കിലും ഫൈറ്റ് ചെയ്യാനാണെങ്കിലും ഫ്ലീ ചെയ്യാനാണെങ്കിൽ നമുക്ക് ധാരാളം എനർജി വേണം. മസിൽസിൽ ക്വിക്ക് എനർജി വേണം. എപ്പോഴും ക്വിക്ക് എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. സ്ലോ എനർജി എന്ന് പറയുന്നത് ഫാറ്റ് TGL, ട്രൈഗ്ലിസറൈഡ്സ് ആണ്. സോ ബ്ലഡിലെ ഗ്ലൂക്കോസിന് എപ്പോഴും ഒരു സർജ്, ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂട്ടി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടാക്കും ഈ ടെൻഷൻസ്, സ്ട്രെസ്സും സ്ട്രെയിനും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാകുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലുള്ള പ്രോബ്ലം. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ഒരു കൂടുതൽ വരുന്നുണ്ടാവും. പക്ഷേ ആ കൂടുതൽ വരുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് സാധാരണഗതിയിൽ മസിൽസിലേക്ക് വേഗം എടുത്തു പോവും. ബ്ലഡ് ഷുഗർ പെട്ടെന്ന് തന്നെ കുറയും സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ആളുകൾക്ക്. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾ, അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്ക് എന്ത് പറ്റും? എപ്പോഴും തന്നെ ബ്ലഡ് ഷുഗർ അല്പം കൂടി നിൽക്കുന്ന ഒരു പ്രവണത വരും. അത് പതുക്കെ പതുക്കെ നമ്മുടെ അകത്തെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ താളം തെറ്റിക്കാൻ തുടങ്ങും. ഗ്രാജ്വലി പ്രമേഹത്തിൻ്റെ കടുപ്പം കൂടി വന്ന് പ്രീ ഡയബറ്റിക് ആയി മാറും. ഡയബറ്റിസിൻ്റെ കടുപ്പം കൂടുകയും മരുന്ന് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നു. റൈറ്റ്. സോ ഈ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? സ്ട്രെസ്സും സ്ട്രെയിനും ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോർട്ടിസോൾ സർജ് അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഗ്ലൂക്കോസ്, ബ്ലഡ് ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടി, അത് വേഗം മസിലിലേക്ക് എടുത്തു പോവുകയാണെങ്കിൽ ശരീരത്തെ ബാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒന്ന് ആലോചിച്ചു, എക്സസൈസ് ചെയ്യുന്ന ഒരാളും എക്സസൈസ് ചെയ്യാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എല്ലാ മസിൽ കൊണ്ട് വ്യായാമം ചെയ്യുന്ന ഒരാൾ, അയാളുടെ എല്ലാ മസിൽസിൻ്റെ അകത്തേക്കും ഗ്ലൂക്കോസ് കയറിപ്പോകാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 2% മാത്രമാണ്. സോ ആ ഗ്ലൂക്കോസ് എല്ലാ മസിൽ കൊണ്ട് വ്യായാമം ചെയ്യിച്ച് എല്ലാ മസിലിലെയും ഗ്ലൂക്കോസ് എനർജി ആക്കി വെച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് ഒന്ന് കൂടിയാലും, താൽക്കാലികമായിട്ട് സ്ട്രെസ്സിനോ സ്ട്രെയിനനുസരിച്ച് കൂടിയാലും അത് അപ്പം മസിൽസിലേക്ക് എടുത്തു പോകുന്നതുകൊണ്ട് ശരീരത്തെ വലുതായിട്ട് ബാധിക്കില്ല. അതേസമയം വ്യായാമം ചെയ്യാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് മസിൽസിനകത്ത് സ്പേസ് ഇല്ല. സോ ബ്ലഡിലെ ഗ്ലൂക്കോസ് പെട്ടെന്ന് മസിൽസിലേക്ക് കയറിപ്പോകില്ല. അപ്പം അവർക്കത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ചെയ്യും. സോ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ടുണ്ടെന്ന കേട് കുറയും. ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സും സ്ട്രെയിനും കുറയും. അത് ഒരു വശം ഫിസിക്കൽ എക്സസൈസ്. പക്ഷേ സ്ട്രെസ്സിൻ്റെ മെൻ്റൽ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നല്ലൊരു ഫാമിലി ഹെൽത്തും നല്ലൊരു മെൻ്റൽ ഹെൽത്തും നല്ലൊരു സോഷ്യൽ ഹെൽത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല റിലേഷനൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് താരതമ്യേന സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കുറവായിരിക്കും. എന്ത് കാര്യങ്ങളുടെ ഷെയറിങ്, അത് നമ്മൾ കെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ സ്ട്രെസ്സുകൾ, മെൻ്റൽ സ്ട്രെസ്സ്, ഫിസിക്കൽ സ്ട്രെസ്, ധാരാളം സ്ട്രെസ്സ് പലതരത്തിൽ വരുന്നുണ്ട്. സോ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗുഡ് റിലേഷൻഷിപ്സ്, അത് ഭയങ്കരമായിട്ട് സഹായിക്കും നമ്മളെപ്പോഴും. സോ മെയിൻറ്റെയിൻ ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്. നമുക്കിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ധാരാളം പ്രശ്നങ്ങൾ, പക്ഷെ അവരെപ്പോഴും ഇൻവോൾവ് ആണ് എല്ലാത്തിലും. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വയസ്സാവുന്നില്ല, അവരുടെ ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും പൊതുവെ. റൈറ്റ്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കൂടുതലധികം ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്നവർ, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ, സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. ഈ സ്ട്രെസ്സും സ്ട്രെയിനും അവരറിയില്ല. ബിക്കോസ് അവരെപ്പോഴും തിരക്കിട്ട ലൈഫായിരിക്കും. അതേസമയം ലോൺലിനെസ് ഇങ്ങനെയൊക്കെ വരുന്നതിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സോ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കണം, ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഇതിൽ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും കൂടുതൽ കളയുന്നത് ഈ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കൂടിയാണ്. സോ ഇതെങ്ങനെ കുറക്കണം? അത് നമുക്ക് ചിലപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ഡീപ്പ് ബ്രീത്തിങ്, പ്രാണായാമ പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസസ് നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ചെറിയ ലൈറ്റ് മെഡിറ്റേഷൻസ്, കുറച്ച് യോഗ പോസ്റ്റേഴ്സ് വിത്ത് മെഡിറ്റേഷൻസ് ഒക്കെ ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. സോ
എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ കൂടെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യം പറയും. ഒന്നൊരു ഓവർ ഈറ്റിംഗ്, അത് ക്രേവിങ് വന്നിട്ട് ഇമോഷണൽ ഈറ്റിംഗ് പറയും നമ്മൾ. അനാവശ്യമായിട്ട് വലിച്ചു വാരി കുറെ അധികം ഭക്ഷണം കഴിക്കുന്ന ചിലരൊക്കെ ഉണ്ടാകാം. ചിലർക്ക് നേരെ തിരിച്ചാണ്, അവർ ഭക്ഷണം കഴിക്കാതെ പോകും. അപ്പോൾ എപ്പോഴും മെറ്റബോളിസത്തിൻ്റെ താളം തെറ്റതല്ല. സോ കുറെ ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ, കുറെ അധികം കാര്യങ്ങൾ ചേർന്നാണ് ഈ ഹെൽത്ത് കളയുന്നത്. സോ നമ്മൾ ഫിസിക്കലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, മെൻ്റലി റിലാക്സ്ഡ് ആകാൻ പഠിക്കണം, കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുക, ബി ഫാമിലി റിലേഷൻസ് നന്നാക്കുക, ആൻഡ് ബി സോഷ്യലി ആക്റ്റീവ്. ധാരാളം ഫ്രണ്ട്സും ആ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുക, ഡൂ സം ആക്ടിവിറ്റീസ്, കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക്. ഈവൻ നമുക്ക് ഫിനാൻഷ്യലൊക്കെ സൗണ്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കിട്ടുന്നവർക്ക്. സോ ഇതെല്ലാം കൂടെ ചേർത്ത് ചിന്തിക്കുക. അല്ലാതെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഉള്ളിക്കളയാൻ പറ്റുക മരുന്ന് കഴിച്ച് കളയേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ലേൺ ഹൗ ടു ലിവ്. എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമ്മുടെ അകത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നം. അതിനെ ദൂരെ നിർത്താൻ നമുക്ക് പറ്റും.